ഹായ് ഡിയർ ആസ്പിരൻസ്, ഇന്ന് കറണ്ട് അഫെയേഴ്സിൻ്റെ PYQ സെഷനാണ്. ഡേ 5. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ തുടർന്ന് പ്രതിസന്ധിയിലായ വയനാട് ടൂറിസത്തെ തിരികെ പിടിക്കാൻ ടൂറിസം വകുപ്പ് ആരംഭിച്ച ക്യാമ്പയിൻ്റെ പേരെന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എൻ്റെ കേരളം എന്നും സുന്ദരം. ഓപ്ഷൻ ബി, എൻ്റെ കേരളം എന്നും സുന്ദരം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഇപ്പോഴത്തെ സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആര്? സംസ്ഥാന കായിക വകുപ്പ് അത് വി അബ്ദുറഹിമാനാണ്. ഇനി GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് ആണ്. റോഷി അഗസ്റ്റിൻ ഭൂഗർഭജലം ജലസേചനം ഒക്കെയാണ്. ജലസേചനം ഭൂഗർഭജലം ഒക്കെ റോഷി അഗസ്റ്റിൻ. അതുപോലെ മന്ത്രി പി പ്രസാദ് എന്ന് പറയുന്നത് കൃഷി മന്ത്രിയാണ്. അപ്പോൾ വി അബ്ദുറഹിമാൻ സ്പോർട്സ്, GR അനിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ്, റോഷി അഗസ്റ്റിൻ ജലസേചനം ഭൂഗർഭജലം, പി പ്രസാദ് കൃഷി. അടുത്ത ക്വസ്റ്റ്യൻ, ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യത്തോടെ കേരളത്തിൽ നിലവിൽ വന്ന പദ്ധതിയുടെ പേരെന്ത്? സുഭിക്ഷ കേരളമാണ് ആൻസർ. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് സുഭിക്ഷ കേരളം പദ്ധതി. 2020 ക്രിക്കറ്റ് ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. 2020 സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരം ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആൻസർ വൈഭവ് സൂര്യവംശി. അടുത്ത ക്വസ്റ്റ്യൻ, ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള പരമോന്നത പുരസ്കാരം JC ഡാനിയൽ അവാർഡിൻ്റെ 2025 ജേതാവ്. ഷാജി N കരുണാണ് 2025 JC ഡാനിയൽ അവാർഡ് ജേതാവ്. ചലച്ചിത്ര രംഗത്തെ പരമോന്നത പുരസ്കാരമാണ് JC ഡാനിയൽ. അത് 2025 ഷാജി N കരുണിന് കിട്ടി. ഇന്ത്യയിൽ ഡിജിറ്റൽ ബാങ്കിങ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഏത്? ഡിജിറ്റൽ ബാങ്കിങ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളമാണ് ആൻസർ. ഇന്ത്യൻ രാഷ്ട്രപതി സ്ഥാനത്തെത്തുന്നതിന് മുമ്പ് ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തിൻ്റെ ഗവർണറായിരുന്നു? ദ്രൗപദി മുർമുവാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ്. പ്രസിഡന്റ് ആവുന്നതിന് മുന്നേ ജാർഖണ്ഡ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഗവർണറായിട്ടായിരുന്നു ദ്രൗപദി മുർമു പ്രവർത്തിച്ചിരുന്നത്. ഇനി ദ്രൗപദി മുർമുവിൻ്റെ ജനിച്ചിട്ടുള്ള സംസ്ഥാനവും ഇടയ്ക്കിടയ്ക്ക് PSC ചോദിക്കാറുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കമൻസ് ആയിട്ട് എഴുതുക. ശുക്രനിൽ പര്യവേഷണങ്ങൾ നടത്തുന്നതിനായി ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേരെന്ത്? വീനസ് ഓർബിറ്റർ മിഷൻ. ശുക്രനിൽ പര്യവേഷണം നടത്താൻ വേണ്ടി ISROൻ്റെ ദൗത്യമാണ് വീനസ് ഓർബിറ്റർ മിഷൻ. താഴെ തന്നിട്ടുള്ളവയിൽ 2024 രസതന്ത്രം വിഭാഗം നോബൽ അവാർഡുമായി ബന്ധമില്ലാത്ത വ്യക്തി. ജോൺ M ജമ്പർ കെമിസ്ട്രി വിന്നറാണ്. അതുപോലെ ഡേവിഡ് ബേക്കർ, ഡെമിസ് അസബിസ് ഇവർക്കൊക്കെ കെമിസ്ട്രി നോബൽ കിട്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഹാൻ കാങ്ങിന് 2024 സാഹിത്യ നോബലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഹാൻ കാങ് ആണ് പെടാത്തത്. 2024 പാരീസ് പാരലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം. ഏറ്റവും കൂടുതൽ മെഡൽ ലഭിച്ചിട്ടുള്ളത് ചൈനയാണ്. ഫസ്റ്റ് ചൈന. സെക്കൻഡിൽ വരുന്നതാണ് ഗ്രേറ്റ് ബ്രിട്ടൻ. ഗ്രേറ്റ് ബ്രിട്ടൻ ആണ് സെക്കൻഡ്, രണ്ടാമത്തെ പൊസിഷനാണ്. അതുപോലെ US ആണ് തേർഡ് വന്നിട്ടുള്ളത്. വ്യവസായ സൗഹൃദ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് 2024 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏത്? അതിൻ്റെ ആൻസറും കേരളം തന്നെയാണ്. വ്യവസായ സൗഹൃദ പട്ടികയിൽ 1-ാം സ്ഥാനം നേടിയിട്ടുള്ളത് കേരളം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശ പ്രകാരം കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷന് പേര് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ പുതിയ പേരാണ് തിരുവനന്തപുരം നോർത്ത്. അങ്ങനെയാണ് ഇപ്പോഴത്തെ പേര്. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ പുരസ്കാരത്തിന് 2025 1-ാം സ്ഥാനം കരസ്ഥമാക്കിയ ജില്ല. അത് കൊല്ലമാണ്. ജില്ലാ മിഷൻ പുരസ്കാരം 2025 ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് കൊല്ലം. ഇന്ത്യയിലെ ഏറ്റവും ആഴമുള്ള ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖം എന്ന ഖ്യാതി നേടിയത് ഏത് തുറമുഖമാണ്? അത് നമുക്കറിയാം, വിഴിഞ്ഞമാണ് ട്രാൻസ്ഷിപ്മെൻ്റ് തുറമുഖമായിട്ട് പ്രഖ്യാപിച്ചത്. 2024 സെപ്റ്റംബറിൽ വിഴിഞ്ഞം തുറമുഖത്ത് നങ്കൂരമിട്ട ദക്ഷിണേഷ്യയിൽ ഇതുവരെ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചരക്കു കപ്പൽ ഏത്? അത് MSC ക്ലോഡ് ഗിറാർഡറ്റ് എന്ന് പറയുന്ന ചരക്ക് കപ്പലാണ് ഏറ്റവും വലുത്.
ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുഭാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണ്? അത് എക്സിയോം മിഷൻ. എക്സിയോം ദൗത്യം 4 ആണ്. ബഹിരാകാശത്തേക്ക് പോകുന്ന ഈ ലോകത്തിലെ 634ാമത്തെ വ്യക്തിയാണ് ശുഭാൻഷു ശുക്ല. അടുത്ത ക്വസ്റ്റ്യൻ ക്രമത്തിലെഴുതുക. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ഇത് തീമാണ്. ഏത് ദിനത്തിനെ കുറിച്ചിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്ന് പറയുന്നത് ലോകാരോഗ്യ ദിനത്തിൻ്റെ തീമാണ്. അപ്പോൾ 1C. ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ നമ്മുടെ ഭാവി ഇപ്പോൾ. അത് മനുഷ്യാവകാശ ദിനത്തിൻ്റെ തീമാണ്. നമ്മുടെ അവകാശം നമ്മുടെ ഭാവി ഇപ്പോൾ. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനം. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി. ഇത് ടി, ഇത് ബി. നമ്മുടെ ഊർജം നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് ഭൗമദിനത്തിൻ്റെ പ്രമേയമാണ്. ഭൗമദിനം ഏപ്രിൽ 22 ഭൗമദിനം. പിന്നെ തനിക്കും സമൂഹത്തിനും വേണ്ടിയുള്ള യോഗ. അത് നമുക്കറിയാം യോഗാ ദിനത്തിൻ്റെ തീമാണ്. യോഗാ ദിനം എന്ന് പറയുന്നത് ജൂൺ 21, 2025 അന്താരാഷ്ട്ര യോഗാ ദിനങ്ങളുടെ വേദി വിശാഖപട്ടണമായിരുന്നു. അപ്പോൾ ഇതിൽ 1C 2D അങ്ങനെ വരണ ഓപ്ഷൻ എ ആണ്. 1C 2D 3B 4A. അടുത്ത ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിട്ടുള്ളതാണ്. 2024 കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനീഷ്യേറ്റീവ് ആരംഭിച്ചു. ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു. കേരളത്തിൻ്റെ ഭരണത്തിൻ്റെയും ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെപ്പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിവരിക്കുന്നത്? ഇത് കുറച്ച് വലിയ ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി 1, 3, 4 മാത്രമാണ്. അപ്പോൾ അത് മാത്രം വായിക്കാം. ഇത് വായിക്കേണ്ട, പൊട്ടത്തെറ്റാണ്. അപ്പോൾ ഒന്നാമത്തെ കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങളെ ഇത് നേരിട്ട് തദ്ദേശ സ്വയംഭരണ തല പദ്ധതികളിലേക്ക് യോജിപ്പിക്കുന്നു. തദ്ദേശ സ്വയംഭരണത്തിൻ്റെ പദ്ധതിയിലേക്ക് യോജിപ്പിക്കുന്നു. ദുരന്ത സാധ്യതയുള്ള മേഖലകൾക്കുള്ള നീർത്തട അധിഷ്ഠിത വികസനത്തിനും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരങ്ങൾക്കും ഇത് ഊന്നൽ നൽകുന്നു. നീർത്തട അധിഷ്ഠിത വികസനവും പ്രകൃതി അടിസ്ഥാനമാക്കിയുള്ള പരിഹാരത്തിനുമാണ് ഊന്നൽ നൽകുന്നത്. ജില്ലാതല ആസൂത്രണത്തിൽ കാലാവസ്ഥ ദുർബലതാ സൂചികയുടെ ഉപയോഗം ഇത് നിർബന്ധമാക്കുന്നു. അടുത്തത് നയനാമൃതം എന്ന് പറയുന്ന പ്രസ്താവനയിൽ ഏതാണ് ശരിയെന്ന് പറയുന്നത്? നയനാമൃതം പദ്ധതിയിൽ അതിൽ നയനാമൃതം 2.0 കേരള സർക്കാരിൻ്റെ ഒരു AI പവർ നേത്ര പരിശോധനാ സംരംഭമാണ്. നയനാമൃതം എന്ന് പറയുന്നത് ഒരു AI പവർ നേത്ര പരിശോധനാ സംരംഭമാണ് 2.0. ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലാർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ AI സഹായത്തോടെയുള്ള സ്ക്രീനിംഗ് പ്രോഗ്രാമാണിത്. അപ്പോൾ ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പിന്നെ പ്രായവുമായിട്ട് ബന്ധപ്പെട്ട മാക്കുലാർ ഡീജനറേഷൻ അങ്ങനെ രോഗങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു AIൻ്റെ സഹായത്തോടെയുള്ള സ്ക്രീനിങ് പ്രോഗ്രാമാണ്. പിന്നെ റെമിഡിയോയുടെ AI സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് നയനാമൃതം 2.0. സൗകര്യം, കാര്യക്ഷമത, ചെലവ്, ഫലപ്രാപ്തി ഇതൊക്കെ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇതൊക്കെ ശരിയാണ്. നയനാമൃതം 2.0നെ കുറിച്ചിട്ട് AI അധിഷ്ഠിതമാണ്. പിന്നെ നയനാമൃതം, ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി അതൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. ഇതാണ് ക്യാമ്പയിൻ. അപ്പോൾ അത് അർബുദം എന്ന് പറയുമ്പോൾ ക്യാൻസർ ബോധവൽക്കരണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഫെബ്രുവരി 4 ക്യാൻസർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ്? A. ഷാജഹാനാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. 7ാമത്തെ വ്യക്തിയാണ് A. ഷാജഹാൻ. എവിടെയാണ് കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? കൃഷി വകുപ്പിൻ്റെ നിയന്ത്രണത്തിലെ കേരളത്തിലെ ഫസ്റ്റ് അഗ്രി എക്സ്പോ സെൻറ്റർ പ്രവർത്തനം ആരംഭിക്കുന്നത് ആനയറയിലാണ്. ആനയറ.
സൂര്യനെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ആദിത്യ L1 ആണ് ISRO വിക്ഷേപിച്ചിട്ടുള്ള ബഹിരാകാശ പേടകം. അത് 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചിട്ടുള്ളത്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത് എന്താണ്? അത് ഒരു മാൽവെയർ ആണ് സ്നോ ബ്ലൈൻഡ് എന്ന് പറയുന്നത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ മുരളി ചീരോത്താണ്. നിലവിൽ കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ മാറിയിട്ടുണ്ട്. അത് റസൂൽ പൂക്കുട്ടിയാണ് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ. വൈസ് ചെയർമാൻ കുക്കു പരമേശ്വരനാണ്. നിലവിൽ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത്. 2024 പാരലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? നവദീപ് സിംഗ് ആണ് പാരലിമ്പിക്സ് ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയത്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? അത് ഒന്ന് സോഫിയ ഖുറേഷി ഉണ്ട്, പിന്നെ വ്യോമിക സിംഗ് ഉണ്ട്. ഇവർ 2 പേരാണ് പഹൽഗാം പ്രതിരോധാക്രമണത്തെക്കുറിച്ച് രാജ്യത്തിനെ അഭിസംബോധന ചെയ്തത്. അപ്പോൾ 1ഉം 3ഉം. അപ്പോൾ C ആണ് ആൻസർ വരിക. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? കേരള വനിതാ കമ്മീഷൻ്റെ അധ്യക്ഷ P സതീദേവിയാണ്. ആദ്യത്തെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ചോദിച്ചു കഴിഞ്ഞാൽ അത് സുഗതകുമാരി. അടുത്തത് ജ്ഞാനപീഠം അവാർഡ് നേടിയ മലയാളികളും വർഷങ്ങളും. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡി തിരഞ്ഞെടുത്ത് എഴുതുക. SK പൊറ്റക്കാട് 1982. അത് തെറ്റാണ്. SK പൊറ്റക്കാടിന് 1980 ജ്ഞാനപീഠം കിട്ടിയിട്ടുള്ളത് ഒരു ദേശത്തിൻ്റെ കഥ എന്ന് പറയുന്ന നോവലിന്. പിന്നെ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1984. അപ്പോൾ ഇത് ശരിയാണ്. ഇതാണ് ആൻസർ. പിന്നെ ONV കുറുപ്പിന് 2009 2007. പിന്നെ MT വാസുദേവൻ നായർക്ക് 1998 1995. ആദ്യം ജ്ഞാനപീഠം കിട്ടിയത് G ശങ്കരക്കുറുപ്പിനാണ് 1965 ഓടക്കുഴൽ എന്ന് പറയുന്ന കൃതിക്ക്. രണ്ടാമത് SK പൊറ്റക്കാട് ഒരു ദേശത്തിൻ്റെ കഥ 1980. പിന്നെ കിട്ടിയത് തകഴിക്കാണ്. അത് അന്ന് മുതൽ സമഗ്ര സംഭാവനയ്ക്ക് കൊടുത്തു തുടങ്ങി. അപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് 1984, MTക്ക് 1995, പിന്നെ 2007 ONVക്ക് കിട്ടി, 2019 അക്കിത്തത്തിനും കിട്ടി. അങ്ങനെ 6 മലയാളികൾക്കാണ് നിലവിൽ ജ്ഞാനപീഠം അവാർഡ് കിട്ടിയിട്ടുള്ളത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രോസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് ഗൂഗിൾ നിർമ്മിച്ചിട്ടുള്ള പ്രോസസ്സർ ചിപ്പാണ് വില്ലോ എന്ന് പറയുന്നത്. വില്ലോ. അടുത്തത് 2025 കബഡി ലോകകപ്പിൻ്റെ വേദി. ഇംഗ്ലണ്ടാണ് കബഡി ലോകകപ്പിൻ്റെ വേദി. പിന്നെ ഈ കഴിഞ്ഞ ദിവസം 2025 കബഡി ലോകകപ്പിൻ്റെ വിന്നറായിട്ടുള്ളത് ഇന്ത്യയാണ്. ചൈനേനെയാണ് തോൽപ്പിച്ചത്. 2025 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി ബാനു മുസ്താഖാണ്. അത് ഹേർട്ട് ലംബ് എന്ന് പറയുന്ന കൃതിക്കാണ് ബാനു മുസ്താഖിൻ്റെ ബുക്കർ പ്രൈസ് നേടിയത്. അടുത്തത് സ്ലിം മിഷൻ ഏത് രാജ്യത്തിൻ്റെ ചാന്ദ്ര ദൗത്യമാണ്? അത് ജപ്പാൻ്റെ ചാന്ദ്ര ദൗത്യമാണ് സ്ലിം മിഷൻ എന്ന് പറയുന്നത്. മാറക്കാന ഫുട്ബോൾ സ്റ്റേഡിയം ഏത് രാജ്യത്താണ്? അത് ബ്രസീലിലാണ്. 2024 ഫെബ്രുവരി രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലമായി പ്രഖ്യാപിക്കപ്പെട്ടത് തളിപ്പറമ്പ്. 2024 ഫെബ്രുവരിയിൽ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ നിയോജക മണ്ഡലം അത് തളിപ്പറമ്പ്. ഇപ്പോഴത്തെ കേരള നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ.